ചെമ്പരത്തിപ്പൂവേ ചൊല്ല് ദേവനെ നീ കണ്ടോ, അമ്പലത്തിൽ ഇന്നല്ലയോ സ്വർണ്ണരഥഘോഷം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഒരു ചെറിയ പാട്ടോടുകൂടി തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ചെമ്പരത്തി സർബത്ത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിനെന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിനായി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 25 പൂവാണ്. നമ്മുടെ ചെമ്പരത്തി പൂ 25 എടുത്തിട്ടുണ്ട്. ചെറുതായതുകൊണ്ടാണ് 25 എടുത്തേക്കുന്നത്. വലുതാണെങ്കിൽ ഒരു 15 മതിയാവും. അതിൻ്റെ കൂടെ തന്നെ നാരങ്ങ ഒരു 2 ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പഞ്ചസാരയും പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ കുറച്ച് വെള്ളവും. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാം നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ പൂ നമുക്ക് ഇതളുകളാക്കി മാറ്റണം. നമുക്ക് ഇതൾ മാത്രം മതി. ഇതളുകളെല്ലാം മാറ്റിയെടുത്തിട്ട് നമുക്കൊരു ബൗളിലേക്ക് അല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ആദ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഈ ഇതളുകൾ നമുക്ക് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. അതിനായി നമുക്കൊരു പാത്രത്തിലേക്ക് നമുക്കിത് മാറ്റാം. ഇപ്പോൾ ഒരു പാനിലേക്ക് ഞാനിത് പൂക്കളൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ബോയിൽ ചെയ്യാൻ രീതിയിലുള്ള നല്ല രീതിയിലുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ബോയിൽ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും. അപ്പോൾ കുറച്ച് നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ബോയിലായി വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ ആ പൂവിൻ്റെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്ക് അടച്ച് വെച്ച് കുറച്ചുകൂടെ ഒന്ന് ബോയിൽ ചെയ്യാം. അപ്പോൾ ഏകദേശം നന്നായിട്ട് ബോയിലായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ബോയിൽ ചെയ്ത വാട്ടർ നമുക്കൊന്ന് കുറച്ച് നേരം ആറാൻ വേണ്ടി വയ്ക്കാം. നന്നായിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഏകദേശം ഒന്ന് ബോയിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് എടുത്ത് മാറ്റി വെച്ച് ഒന്ന് ആറിച്ചെടുക്കാം. ഇത് നന്നായിട്ട് ഒന്ന് ആറിയതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ട് അരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് ആറി വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് അതിലുള്ള പൂവും മറ്റുള്ള സാധനങ്ങളൊക്കെ നന്നായിട്ട് അരിച്ചെടുത്ത് അതിൻ്റെ ലിക്വിഡ് ഫോം മാത്രം നമുക്കൊന്ന് വേർതിരിച്ചെടുക്കണം. അപ്പോൾ അരിക്കുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ സത്തും കാര്യങ്ങളൊക്കെ നമുക്ക് അതിലേക്ക് കിട്ടും. സോ നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് കൊടുത്ത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അരിച്ചെടുത്തതിന് ശേഷം നമുക്കിതിനെ നന്നായിട്ടൊന്ന് കുറച്ചുകൂടെ ഒന്ന് ബോയിൽ ചെയ്യണം. അപ്പോൾ നമുക്കതിൽ അടുപ്പിലേക്ക് മാറ്റാം. ഏകദേശം ഒന്ന് ബോയിലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. ആദ്യമായിട്ട് നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ ആഡ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഷുഗർ മതി, ഒരുപാട് ഇടരുത്. അത്യാവശ്യം ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പട്ടയും ഗ്രാമ്പും ഏലക്കയും നന്നായിട്ട് ചതച്ചത് ഇട്ട് കൊടുക്കുക. അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും, നല്ലൊരു സ്മെല്ലും വരും. അപ്പോൾ നന്നായിട്ട് നമുക്ക് അതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ടത് ഒന്ന് ബോയിലാവുന്ന വരെ നോക്കാം. ഏകദേശം നന്നായിട്ട് ബോയിലായിട്ടുണ്ട്. നല്ല സ്മെല്ല് തന്നെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് നാരങ്ങ നീരാണ്. ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു റെഡിഷ് കളറിലേക്ക് നമ്മുടെ സർബത്ത് മാറുന്നതായിട്ട് കാണാം. നല്ല റെഡ് കളറിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സർബത്തിൻ്റെ ശരിക്കുള്ള നിറം ഇതാണ്. അപ്പോൾ നല്ല റെഡിഷായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ചൊന്ന് ചൂടാവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നല്ല റെഡിഷായിട്ടുണ്ട്. നമ്മുടെ സർബത്ത് ഏകദേശം റെഡിയായി. നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് ഓഫ് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒന്ന് നമ്മുടെ ആ ഒരു സർബത്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. അതിൻ്റെ കളർ കാണാൻ നമുക്ക് നല്ല റെഡിഷായിട്ട് വന്നിട്ടുണ്ട്. ആദ്യം ആ ബ്ലാക്ക് കളർ കാണുമ്പോൾ നമുക്ക് പേടിക്കണ്ട. നാരങ്ങ നീര് ഒഴിക്കുമ്പോൾ നല്ല അതിൻ്റെ കളറ് റെഡിഷായിട്ട് മാറും. സോ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എങ്ങനെ അതിൻ്റെ ഡ്രിങ്ക് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക്
നോക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾക്കൊരു ഗ്ലാസ്സിലേക്ക് ആവശ്യമുള്ള സർബത്ത് ഒഴിച്ചു കൊടുക്കുക. സർബത്ത് ഒഴിച്ചിട്ട് നമുക്ക് അതിൻ്റെ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്തതിന് ശേഷം ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കണം. ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതാ ഇപ്പോൾ നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചെമ്പരത്തി സർബത്ത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീടുകളിൽ ചെയ്ത് നോക്കുക. കുറച്ച് ചെമ്പരത്തി എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ വീടുകളിൽ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമുള്ളൊരു സർബത്താണ്. ഇത് നല്ല ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു നല്ലൊരു ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്ത മാംഗോ സർബത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.